ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകട്ടോ. ഞാൻ ഇന്നൊരു ടുലിപ്സിൻ്റെ ഒരു പിക്ചറാണ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇതുപോലത്തെ ഹാർട്ട് വരച്ചു കൊടുക്കുന്നത് ടുലിപ്സ് കിട്ടാനായിട്ടാണ് കേട്ടോ. ഹാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഭംഗിക്ക് ക്യൂട്ടായിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഹാർട്ട് എടുക്കുന്നത്. ഞാൻ ഒരു പിങ്ക് റെഡ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എടുത്തോണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് മിക്സ് ചെയ്യാം, അതിൻ്റെ കൂടെ കുഴപ്പമില്ല. ഇത് നമുക്ക് സ്റ്റെമ്മ് വരച്ചെടുക്കാം. അത് ഞാൻ ഇങ്ങനെ കാറ്റത്ത് നിൽക്കണ പോലെയാണ് വരയ്ക്കുന്നത്. പിന്നെ താഴെ പുല്ല് വരയ്ക്കാനാണ്. അപ്പോൾ അത് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഉണങ്ങിയിട്ട് ഈ ടൂലിപ്പ് ലവിൻ്റെ വരച്ചില്ലേ, അത് ഉണങ്ങിയിട്ട് വേണം ഈ പച്ച കളർ അടിക്കാൻ, അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ച പോലെ പച്ചയും ചുവപ്പും ഒരുമിച്ചായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഫിനിഷിങ് കിട്ടാനായിട്ടാണ്. പക്ഷേ ഇത് ബ്ലാക്ക് കളറായിപ്പോയി. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് സാധാരണ പോലെ അടിക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അടിക്കാം. ശരിക്കും ഇതെൻ്റെ ഫെയിലായ വീഡിയോ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് കുളമായി, എന്നാലും കുഴപ്പം. അപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചു കൊടുക്കേണ്ടത് കണ്ടാപ്പണിയാണ്. ഞാൻ പച്ച കളറ് വീണ്ടും അടിച്ചതുകൊണ്ട് ആകെ ഒരു കുളമായൊരു പിക്ചറാണ്. അപ്പോൾ ലാസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഫൈനൽ ലുക്കൊന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ അടിച്ചു കൊടുക്കാം. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഹാർട്ട് വരച്ചെടുക്കാൻ വേണ്ടി സ്റ്റെമ്മ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നോക്ക്, ഞാൻ ലവ് ഷേപ്പിലാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഇത് പിങ്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പിക്ചറായിട്ടൊന്നുമില്ല, എന്നാലും ഒരു തട്ടിക്കുട്ടി പിക്ചറും കൂടി ഒന്ന് പറയാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വല്ല ലാവൻഡർ കളറോ അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ വല്ല വൈലറ്റ് കളറുള്ള വല്ല പൂവോ റോസപ്പൂവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പം അത് ഞാൻ അവിടെ കൊടുത്തു കൊടുക്കണം. ഞാൻ ഇപ്പോൾ പകുതിയെ കൊടുക്കണമല്ലോ കേട്ടോ. ഞാനൊരു സ്റ്റെമ്മ് വരച്ചെടുക്കാനാണ് വിചാരിക്കണത്. ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്, പിന്നെ ഞാൻ വീണ്ടും ടുലിപ്സ് വരച്ചു കൊടുത്തു. ആ പേപ്പറൊന്ന് ചെരിഞ്ഞ് കണ്ടപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പം ഞാൻ നേരെയാക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്റ്റെമ്മാണ് വരച്ചു കൊടുക്കണത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കളറടിക്കാം. സ്റ്റെമ്മിന് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊരു തട്ടിക്കൂട്ടി വീഡിയോ ആണ് കേട്ടോ. അടുത്തത് നമുക്ക് ടൈം എടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പിക്ചർ ഇടാം. അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റെമ്മ് വരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെങ്കിലും വരയ്ക്കാം. എല്ലാവരുടെയും വരയ്ക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വരയ്ക്കുമ്പോൾ തുണിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്താണ് വെച്ച് തേക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൈമൊരു പാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ സ്റ്റെമ്മ് ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ കുറേ സ്റ്റെമ്മ് വരച്ചെടുക്കാൻ കുളമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹകരിക്കുക. അപ്പോൾ നമുക്കിത് കളറടിക്കാം. ഞാൻ പച്ച ലീഫ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആ പിക്ചറവിടെ പോയി. അതെ, നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റോറേജ് ബോക്സ് ഫുള്ളായിട്ട് വീഡിയോ പകുതി പോയി. ഞാനിത് ഏറ്റവും ലാസ്റ്റാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് അത്, നേരത്തെ തന്നെ അബദ്ധം പറ്റിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.